നമോ നാരായണായ. നമ്മുടെ സഹസ്രനാമത്തിൻ്റെ 4-ാമത്തെ ശ്ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി മുമ്പ് 3 ഞാൻ ശ്ലോകം അതിനകത്ത് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ശ്ലോകം അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നിങ്ങൾക്ക് ഉയരാൻ പറ്റുമെന്നുള്ളതിന് 100% ഗ്യാരണ്ടിയോട് കൂടിയാണ് നിങ്ങളോട് ഞാനിത് പറയുന്നത്. നിങ്ങളിത് മുടങ്ങാതെ ജപിക്കുക. നിങ്ങളുടെ കുട്ടികളുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്കിത് പറഞ്ഞ് ചെറുതിലേ തന്നെ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ ജീവിതത്തിൽ ഒരിക്കലും അവർ തോൽവി എന്തെന്നറിയില്ല. അതുപോലെ തന്നെ അവർക്ക് ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ശ്ലോകങ്ങളാണ് ഈ സഹസ്രനാമം എന്ന് പറയുന്നത്. സഹസ്രനാമം ഏതാണെങ്കിലും നമ്മളത് മൈൻഡിൽ ഉറപ്പിക്കുക. അത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ നന്നായി ഇത് ജപിക്കാൻ പറയുക. അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളതായിരിക്കും. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. 4-ാമത്തെ ശ്ലോകം ഞാൻ പറഞ്ഞു തരാം. ഇത് കാണാതെ പഠിക്കരുത്, കാണാതെ ഇത് ജപിക്കരുതെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് നോക്കി തന്നെ പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ 4-ാമത്തേതാണ് ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ 3 നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ നോക്കുക. പീസ്ഫുൾ ലൈഫ് എന്ന ചാനലിനകത്ത് ഞാനതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് സർവ ശിവസ്ഥാണൂർ ഭൂതാതിർ നിധിരവ്യയ. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സംഭവോ ഭാവനോ ഭദ്ര പ്രഭവ പ്രഭുരീശ്വര. അതാണ് ഒരു ശ്ലോകമാണത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് നാഥനായവനും, അതായത് ഈ ഭൂമിയിലുള്ള നിലനിർത്തുന്നത് സംഹരിക്കുന്നത് എല്ലാം ഭഗവാനിലാണ്. ഭഗവാനിലൂടെയാണ് എല്ലാ സംഭവങ്ങളും നടക്കുന്നത്. സംഹാരത്തിന് നാഥനായവൻ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഭഗവാനാണ് നടത്തുന്നത്. കൽപ്പാന്തകാലത്ത് എല്ലാം തന്നിൽ ലയിപ്പിക്കുകയും സർവനായവനും പരിശുദ്ധനും മംഗളസ്വരൂപനായവനുമായ ശിവനായവനും, അതായത് ഞാൻ പറഞ്ഞു പല ദൈവങ്ങളല്ല, നമ്മളെല്ലാം ഒരേ ഒരു ശക്തിയാണ്. ശിവനായിട്ടും വിഷ്ണുവായിട്ടും ദേവിയായിട്ടും എല്ലാം നമ്മൾ കാണുന്ന നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിയാണ് നമ്മൾ പല പേരിൽ അറിയപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞു. എല്ലാവർക്കും കൺഫ്യൂഷൻ കാണും, ഇതിൽ ആരെ പൂജിക്കണം, ആരെയാണ് നമ്മൾ വിളിക്കേണ്ടതെന്ന്. പക്ഷേ ഇതെല്ലാം ഒരു ശക്തി തന്നെയാണ് പല പേരിൽ അറിയപ്പെടുന്നത്. സൃഷ്ടി കർമ്മങ്ങളുടെ ശിവനായവനും എല്ലാ സൃഷ്ടി കർമ്മങ്ങളുടെയും കാരണഭൂതനായവനും പ്രളയകാലം, അതായത് ഭൂമി പ്രളയത്തിലാകുമ്പോൾ അപ്പോൾ എന്താ ചെയ്യുന്നത്, ലോകത്തെ മുഴുവൻ സൂക്ഷ്മ രൂപത്തിൽ തന്നിൽ ലയിപ്പിച്ച് നിർത്തുന്ന ഒരിക്കലും നശിക്കാത്ത നിക്ഷേപ സ്ഥലമായി, അതായത് ഈ ഭൂമിയിലുള്ള സർവ്വതിനെ സൂക്ഷ്മമായിട്ട് പ്രളയകാലത്ത് തന്നിൽ സൂക്ഷിച്ച് സംരംഭിച്ച് വെക്കുക. അതായത് നമ്മൾ സാധനങ്ങളെ ലോക്കറി വെക്കുന്നത് പോലെ എന്ന് പറഞ്ഞ പോലെ ഭഗവാനിൽ ഇതെല്ലാം സൂക്ഷ്മരൂപത്തിൽ ആക്കുകയും പിന്നീട് എല്ലാം ഭഗവാനിൽ നാം നിക്ഷേപിക്കുകയാണ്. എന്നിട്ട് പിന്നെന്താ ചെയ്യുന്നത്, ലോകക്ഷേമത്തെ ഐശ്വര്യങ്ങളോട് സംരക്ഷിക്കാൻ വേണ്ടി പിന്നീട് വീണ്ടും അത് പൂർവാധികം ഭംഗിയായിട്ട് സംരക്ഷിച്ചെടുക്കാൻ വേണ്ടി സർവ്വ ഐശ്വര്യങ്ങളോടുകൂടി സംരക്ഷിക്കാൻ സകല ചരാചരങ്ങളുടെയും ഉത്ഭവസ്ഥാനമായവൻ, എല്ലാത്തിൻ്റെയും തുടക്കവും അവസാനവും ഭഗവാനാണ്. അത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. തുടക്കവും അവസാനവും ആദിയും അന്തവും എല്ലാം ഭഗവാനിലാണ്. അപ്പം എല്ലാത്തിൻ്റെ ഉത്ഭവസ്ഥാനമായവന്, എല്ലാ ഐശ്വര്യങ്ങളുടെയും ഉറവിടം, നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് സർവ്വതും തരുന്നത് ഭഗവാനാണ്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അത് ഭഗവാന്റെ കൃപയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, നമ്മൾ എണീറ്റ് നടക്കുന്നത് എല്ലാം ഭഗവാന്റെ കൃപയാണ്. ഭഗവാൻ എന്ന് കണ്ണടച്ചാൽ നമ്മൾ ആരുമില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഉള്ളിലുള്ള ആ ഭഗവാനെ നമ്മൾ നിരന്തരം നാമജപത്തിലൂടെ ഉണർത്തുക. എല്ലാ ഐശ്വര്യങ്ങളുടെയും ഉറവിടമായതിനാൽ അളവറ്റ ഐശ്വര്യം നൽകുന്ന, അതായത് എല്ലാം നമുക്ക് തരുന്ന, എല്ലാത്തിനും ഉറവിടമായ, എല്ലാത്തിനും സൃഷ്ടിക്ക് സംഹരിക്കാൻ ചെയ്യുന്ന മാധവ, അവിടുന്ന് ഞാൻ സ്തുതിക്കുന്നു, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അതാണ്
അതിൻ്റെ അർത്ഥം ഇതിനകത്ത് ഞാൻ എല്ലാം കൊണ്ടും പൂർണ്ണയല്ല. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും എല്ലാം കാണും. പക്ഷേ എല്ലാം ഞാൻ ഭഗവാന്റെ തൃപ്പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത്രയും എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ജപം മുടങ്ങാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ജപിക്കുക. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകുന്നതാണ്. അടുത്ത ശ്ലോകവുമായി വീണ്ടും കാണാം. പീസ്ഫുൾ ലൈഫ് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.